experience. ഞാനും അമ്മച്ചും കൂടെ വൈകിട്ടങ്ങ് പോകും. അമ്മച്ചി പറഞ്ഞായിരുന്നു? പറഞ്ഞ്, പക്ഷെ പോകുമ്പോ അച്ഛനും കൂടെ വരുമോ? ഇല്ല, ഞാൻ അടുത്ത ഞായറാഴ്ച വരാം. സോളമ്മച്ചാന്റെ മോടെ കല്യാണമാണല്ലോ 2 ദിവസം കഴിയുമ്പോൾ. അത് ഇന്നലെ മുതലേ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കില്ലേ. നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവിടെ വീട്ടിൽ നിന്ന് പ്രസന്റേഷൻ എടുത്തോണ്ട് എടുത്തോണ്ട് പോകുന്നില്ല. അത് കൊടുക്കാം, പക്ഷെ പോണ്ടേ? നിങ്ങൾ പോകുന്നുണ്ടല്ലോ, അതും പറഞ്ഞായിരുന്നല്ലോ. അല്ലേ, എന്തെങ്കിലും തുണി എന്തെങ്കിലും എടുക്കണമല്ലോ നമുക്ക്. പുതിയ പ്രസന്റേഷൻ അല്ലേ കൊടുക്കുന്നത്, നമ്മളൊക്കെ തുണി കൊടുത്ത് മുഴുമിക്കാൻ പറ്റുമോ? അതല്ലെന്ന്, പിന്നെ ഞങ്ങൾക്ക് പുതിയ എന്തെങ്കിലും എടുക്കണ്ടേ? എന്തിന്? എന്തിനൊന്ന് പുതിയ തുണി എന്തിന്? പുതിയ കല്യാണത്തിന് പോവില്ലേ? പുതിയത് മേടിച്ചിരിപ്പണല്ലോ, അതേതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണം. അതൊന്നും നടക്കത്തില്ല നീ. അവരെല്ലാം ഭയങ്കര UK ക്കാരും USA ക്കാരും ഒക്കെ. അവരുടെ മുന്നിലൊക്കെ നമ്മൾ പഴയ തുണിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നാണക്കേടല്ലേ? മെലിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴാണ് ഈ ഡ്രസ്സ് ശ്രദ്ധിച്ചത്. ഡ്രസ്സോ? ഇത് നല്ല കിടുക്കാച്ചി ആയിട്ടാടി. സത്യം പറഞ്ഞാൽ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് ഇട്ട് കണ്ടാൽ നിനക്കൊരു വിദേശത്തുനിന്ന് വന്നതിന്റെ ഒരു ലുക്കുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, മക്കൾ വീട്ടിൽ ചെയ്ത് നല്ലോണം കഞ്ഞിപ്പശയിട്ട് അങ്ങോട്ട് മുക്കി തേച്ചിട്ട് ഈ കഷത്തിന്റെ ഇവിടെയൊക്കെ എന്ത് നമ്മുടെ സാമ്പ്രാണി തിരിയുടെ മണമുള്ള കൂട് കീറി വെക്കണം. മടക്കി അലമാരി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് കല്യാണത്തിന് ഇട്ടോണ്ട് പോകും. പരസ്യത്തിൽ ആണുങ്ങൾ എവിടെ നിന്ന് വന്നു തിരക്ക് കിടുക്കായിട്ടായിരിക്കും. കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പല കല്യാണങ്ങളും വരുമ്പോഴും പല പെരുന്നാൾ വരുമ്പോഴും ഞാനത് കേട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ഇത് ഇറക്കണം. എനിക്ക് പുതിയ ഡ്രസ്സ് വേണം. എനിക്ക് മാത്രമല്ല, പിള്ളേർക്കും. പിള്ളേർ ഒന്നും അമ്മമാർക്ക് പറ്റുന്നില്ലെന്ന്. നിങ്ങളെ പോലെ തടിയ അമ്മമാർക്കും പുതിയ ഡ്രസ്സ് വേണമെന്ന്. കേട്ടോ, ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. കാര്യം എന്റെ ഈ പൈസയില്ല. തുണിക്കട കയറി ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവര് തരുമോ? നീ ചിരിച്ച് കാണിച്ചാൽ തരുമോ? നിങ്ങൾ എന്റെ കൂടെ ഒന്ന് കടയെ വാ മനുഷ്യ. അത് നടക്കത്തില്ല. എനിക്ക് 100 കൂട്ടം മണിയാണ്. ഓണം കഴിഞ്ഞ് ഓരോരോ വിളികൾ വന്നിട്ടുണ്ട്, അവിടെ എല്ലാം പോകണ്ടേ? നിനക്ക് ആഴ്ച വിളിക്കുമ്പോൾ അങ്ങോട്ട് ഗൂഗിൾ പേ പ്ലിക്കേ ഇട്ട് തരണോ? അയ്യോ, 400-500 രൂപ വരുന്നത് പ്ലിക്കേ. വെറുതെ ആരെങ്കിലും എനിക്ക് തരുമോ? 500 രൂപ നിനക്ക് കിട്ടി, നീ അതുകൊണ്ട് കീറിക്കളയാ നീ അന്നേരം ഓൺലൈനിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ചട്ടക്കല മേടിക്കല്ലോ. അതൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ മേടിക്കുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിട്ട് ഞാൻ വല്ലതും മേടിക്കുന്നുണ്ടോ? കാലയിലിടുന്ന മിഞ്ചി 380 രൂപ കൊടുത്തിട്ട് വീട്ടിൽ എന്ത് കിഴങ്ങുണ്ടായി നീ പറ. കാലം മിഞ്ചി അല്ല കിടക്കുന്നത്. എന്റെ വാ ചൊറിഞ്ഞു വരും, ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. മക്കളിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യും, എനിക്ക് പറ്റത്തില്ല. എനിക്ക് പുതിയത് വേണം. എനിക്ക് എന്റെ ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ഷൈൻ ചെയ്ത് നിൽക്കണം. എന്റെ പൊന്നു റോസുകുട്ടി, അതിന് നീ എന്തിനാണ് പുതിയ ഡ്രസ്സ് എടുക്കുന്നത്? നീ നല്ല ഉള്ള ഡ്രസ്സ് വൃത്തിയിടാണ്ട് ഇങ്ങനെ നടന്നു പോതല്ലേ ഷൈനിങ് അല്ലേ? നിന്ന് വരുന്നില്ലേ അപ്പൊ എന്റെ കൂടെ? തുണി വേടുപ്പ് നടക്കത്തേ ഇല്ല, വരവ് ഒട്ടും നടക്കത്തില്ല. എന്റെ കയ്യിൽ ചിക്കലി. നിങ്ങളോട് എന്റെ കൂടെ ഒന്ന് വരാനല്ലേ പറഞ്ഞുള്ളു. റോസ്മാരി, 1-2 പ്രാവശ്യം ഇതേപോലെ വന്നതിന്റെ അനുഭവം മെമ്മറി സെറ്റ്. ഞാൻ പിന്നെ തെക്കലെ രവിയെ വിളിച്ചോണ്ട് പോവും. പച്ചക്കറി കടന്ന പ്രകാശനെ വിളിച്ചോണ്ട് പോകാൻ. കണ്ട ഇതാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം. ആണുങ്ങൾ കൂടെ വന്നില്ലെങ്കിലേ ഇതുപോലൊക്കെ വല്ലൊക്കെ ചെയ്യുന്നത്. കാര്യം ഞാൻ പറയാം, എന്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങള് വരാൻ പറ്റത്തില്ല, പൈസ ഇല്ല. ഞാൻ വരത്തില്ല, എനിക്കറിയാമല്ലോ പൈസ ഇല്ല. നിങ്ങൾ വരണം, നിങ്ങളെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എനിക്ക് തുണി മേടിക്കണം, നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഓ അമ്മച്ചി എന്നിട്ട് ഇന്ന് തന്നെ പോകാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ. അല്ല, ഞാൻ വിചാരിക്കുമായിരുന്നു കൊച്ചപ്പച്ചൻ എന്തായാലും നാത്തൂന്റെ വീട്ടിൽ നിൽക്കല്ലേ അമ്മച്ചിരെ. പിന്നിപ്പോ ചാടിപ്പിടച്ചു പോകേണ്ട കാര്യമില്ലല്ലോ, 2 ദിവസം നിന്നിട്ട് പോകായിരുന്നല്ലേ. പിന്നെ വലിയ തണ്ണം തന്നെ. ഇടീ അങ്ങാരവിടെ കിടന്ന് ഭയങ്കര ചുമയെന്ന്. അതിൻ്റെ കൂടെ അവിടെ ഒരു ആനയുടെ അത്ര ഉള്ള ഒരു പട്ടിയുണ്ട്. ഇങ്ങാരും അങ്ങോട്ട് ചുമ തുടങ്ങും, പട്ടി അങ്ങോട്ട് കിടന്ന് പറയും. നാട്ടുകാർക്ക് ആർക്കും കിടന്ന് ഉറങ്ങണ്ടാന്ന്. അതോ ഇന്ന് 3-4 വട്ടം അവള് വിളിച്ചടാ, എപ്പ ചെല്ലും എന്ന് പറഞ്ഞ. അന്നേരം അവർക്കൊരു ശല്യമായിട്ടില്ല. ഞാൻ എന്തായാലും ഇന്ന് വൈകിട്ടത്തെ ബസ്സിന് 4 മണിക്കലത്തെ ബസ്സിന് മുക്കിലോട്ട് കയറി ഇന്ന് ഞാൻ അങ്ങ് പോകും. ഓട്ടോയ്ക്കൊന്നും പോകാൻ പൈസ ഒന്നും ഇല്ല. ഓട്ടോ വിളിക്കണ്ട, അതാകുമ്പോ പള്ളിപ്പടി ഇറങ്ങി കൊണ്ട് നടന്നു പോയപ്പോ.
അല്ലെങ്കിൽ അലക്സിനെ വിളിച്ചാൽ മതി, എല്ലാവരും വന്നാൽ കൊണ്ട് പോയിക്കോളൂ തന്നെ. ഇരുട്ടാവുന്നെങ്കിൽ കഴിക്കടി. അതിൻ്റെ അവിടെ കടന്തലൂത്തി അവിടെ ഇരിക്കുന്നേ. കടന്തലല്ല, ഈ ഇരിക്കുന്ന വേട്ടാവളീനെ ഊത്തി. എന്തുവാടാ ഇത്? സമാധാനമില്ലാത്ത ജീവിതം. പിന്നെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയതിൻ്റെ ബാക്കി നീ കുറച്ച് പൈസ എൻ്റെ തന്നില്ലേ വെക്കാൻ, അത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇനി വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അപ്പച്ചനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ബാക്കി ചോദിക്കുകയാണ്. അമ്മച്ചിക്ക് പൈസ കൊടുത്തോ? അത് സ്കാൻ ചെയ്തതിന്റെ ബാക്കി സ്കാൻ ചെയ്തതിന് പൈസ കൊടുത്തോ? സ്കാൻ ചെയ്തതിന്റെ ബാക്കി എൻ്റെ മോൻ തരുന്നതിന് എത്ര രൂപ തന്നോ? 1800 രൂപ കൊടുത്തുള്ളൂ. അപ്പൊ അമ്മച്ചിക്കും അപ്പച്ചനൊക്കെ പൈസ കൊടുക്കാനുണ്ട്. പെണ്ണുപിള്ളക്ക് തുണി മേടിച്ചാൽ ഞാൻ പറയണേ നിങ്ങളുടെ പൈസ ഇല്ലാത്തത്. ഇതെന്താ ഇപ്പൊ പിന്നെ ഒരു തുണി മേടിക്കൽ? ഇപ്പൊ ഓണങ്ങ് കഴിഞ്ഞല്ലോ, ഓണക്കോടിയൊക്കെ എടുത്തല്ലേ? പറഞ്ഞു കൊടുക്കണേ. ഓണക്കോടി എടുത്തല്ലേന്ന്. ഓണക്കോടി ഓണത്തിന് ഇട്ടില്ലേ ചേട്ടത്തി? അത് പിന്നെ എവിടെങ്കിലും നമുക്ക് ഇടാൻ പറ്റുമോ? ആ അത് ശരി. അതിപ്പോ എന്താ ആവശ്യമെന്ന്? നമ്മുടെ സോളം അച്ചായന്റെ മോടെ കല്യാണം. ചേട്ടത്തിക്ക് അറിയാലോ, എല്ലാം USA-യും UK-ലും ഒക്കെ ഉള്ള ആൾക്കാരാ. അവരൊക്കെ വരുമ്പോ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലണ്ട. അല്ലെങ്കിൽ ഇച്ചാന തന്നെയല്ലേ എന്റെ നാണയം. ശരി, അത് ശരിയാ. അങ്ങനെ ശരിയാന്ന് പറഞ്ഞു കൊടുക്കരുത്. എടി, ഓണത്തിന് നീ പറഞ്ഞ കസവ് സാരി എടുത്തോണ്ടല്ലേ നീ അവിടെ എല്ലാം ഷോയ്ക്ക് പോയത്? ഒരു മഞ്ഞ ചുരിദാർ ഒരു ടോപ്പ് മേടിച്ചു തന്നായിരുന്നല്ലോ, അതിട്ടോണ്ട് പൊക്കൂടെ? അതങ്ങോട്ടിട്ട് വേണം. ഓ അത് ശരി, അങ്ങനെ മേടിച്ചായിരുന്നോ? അപ്പൊ എന്നാ അത് കൊടുക്ക. അത് ശരിയല്ലേ അവൻ പറഞ്ഞേ? അയ്യോ ചേട്ടത്തി എന്തറിഞ്ഞിട്ടേ പറയുന്നത്? ഞാൻ വടമലിക്ക് അതല്ലേ ഇട്ടത്. വടമലി വൈറലല്ലായിരുന്നോ? ഞാൻ ആ വടത്തെ ഞാന്ന് കിടന്നിട്ട് അത് ഭയങ്കര വൈറലായതല്ലേ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. യൂട്യൂബുകാരനെ ഫേസ്ബുക്കുകാരനെ എല്ലാം കൊണ്ടൊന്ന് ഇട്ട് കാണിച്ചു വൈറലായെന്നല്ലോ. നീ അവന്മാരെല്ലാം മുമ്പിൽ കൊണ്ട് ഇട്ട് കാണിച്ചിട്ടില്ലേ വൈറലായത്? മാസം തുണി എടുപ്പാ. അതെനിക്ക് ഓണത്തിന് നീ ഇവക്ക് മേടിച്ചു കൊടുത്ത, എനിക്കൊരെണ്ണം മേടിച്ചെന്നോടാ. അമ്മച്ചി, അമ്മച്ചിക്ക് പട്ടുസാരി മേടിച്ചു കൊടുത്തില്ല ഞാൻ പൈസ അയച്ചു തന്നിട്ട്? പിന്നെ പച്ച പട്ടുസാരി ഞാൻ മേടിച്ചു തന്നങ്ങ് മറന്നു. പട്ടുസാരി 300 രൂപയ്ക്ക് അവിടെ ഇവിടെ എത്താത്തൊരെണ്ണം. അത് അടുപ്പിന്റെ അടുത്ത് കിടക്കണം. ആർക്ക് വേണോ അത്? പൈസ ചേർക്കും, അതൊക്കെ മതി. നോക്കടാ, നല്ല ചിന്താഗതിയാ. നീ സോളമച്ചാന്റെ മോടെ കല്യാണം മറ്റന്നാളില്ലേ? ഞാൻ നാളെ എവിടുന്നെങ്കിലും പൈസ ഉള്ളത് ഇട്ട് തരാം. അങ്ങനെ പോത്തില്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ഇട്ടും തരണ്ട. നിങ്ങളെ കൊണ്ട് കടയിൽ പോയി മേടിക്കണം എനിക്ക്. അതെന്തോന്നു? ചേട്ടത്തി ഒരു കാര്യം കേൾക്കണം. ഓണം എല്ലാവരും ഓരോരോ ഭർത്താക്കന്മാരെ കൊണ്ടല്ലേ പോകുന്നേ തുണിക്കടയിൽ തുണി എടുക്കാന്. എനിക്ക് ഇന്ന് വരെ എൻ്റെ ഭർത്താവ് ഒരു തുണി എടുത്ത് തരാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടോ? എനിക്കും വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ. ഇപ്പോഴും ചേട്ടത്തി കേൾക്കണം. ഈ അമ്മച്ചി വിളിച്ചാൽ അപ്പച്ചൻ ഓടിച്ചെല്ലും. വലിച്ചു കിടക്കുവാണേലും പുള്ളിക്കാരൻ എവിടെ വിളിച്ചാലും ഇല്ലേ അമ്മച്ചി? സത്യമല്ലേ ഞാൻ പറയുന്നത്? വിളിക്കുന്നാടോ എല്ലാം വരത്തില്ലേ? വരത്തില്ലേ? വഴക്ക് പറഞ്ഞാൽ എന്താ? സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുമ്പോ അതൊരു സന്തോഷമല്ലേ അമ്മച്ചി? എനിക്കും അതേ ഉള്ളേ. അച്ഛൻ എന്റെ കൂടെ വരണം, എനിക്ക് അത്രേ ഉള്ളൂ. അതിനെ കൊല്ലണം, അതേ ഉള്ള കാര്യം. അതിപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാനാണ് പോകുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ വിളിക്കുമ്പോ കൊല്ലാനാണെന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും കേട്ടോണം, എല്ലാരും കേട്ടോണം. ഞാൻ ഇവിടുന്ന് അച്ചായനെ കൊണ്ടല്ലാതെ പോത്തില്ലേ. എനിക്ക് തുണിക്കടയിൽ പോയി സാരി എടുക്കണം, അച്ചായൻ എന്റെ കൂടെ വരണം. എന്തോ ഒരു നിർബന്ധമാടാ. നീയാടാ ഇത് 7 തരം വെച്ച് കൊടുത്തേ. ഓരോന്ന് ചോദിക്കുമ്പോൾ തെള്ളി കൊടുത്തത്. ചെറുക്കൻ്റെ സമാധാനം ഇതേപോലെ ഒരു പെൺകോന്ത. എന്റെ കുഞ്ഞെ ക്ലീറ്റോ അങ്ങനെ ആന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കുഞ്ഞ് പകുതിയായി എരിഞ്ഞ് റോസ് കുട്ടി ചക്കരമുത്തേ. കൂടുതലങ്ങ് സംസാരിക്കില്ല കേട്ടോ, കൂടുതലങ്ങ് പറയണ്ട. എന്റെ റോസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്കടി. എന്ത് മനസ്സിലാക്കണമെന്നാ പറയുന്നേ? ഒരു തുണി മേടിച്ചു തരാനല്ലേ പറഞ്ഞുള്ളൂ. പൈസ വേണ്ടിട്ട് ഒരു കടയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ പൈസ ഇല്ലാതെ ചെന്ന് കാര്യം സാധിച്ചുകൊണ്ട് വരാൻ പറ്റും. എന്നാ നിങ്ങളുടെ ഈ പൈസ ഉണ്ടായിരുന്നു? എന്നാ ഉള്ളപ്പോഴല്ല നീ ചോദിക്കുമ്പോൾ ടക്കനെ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നിട്ടില്ല. അയ്യോ, ടക്കണോ ഇട്ട് തന്നു. നിങ്ങൾ കൂടുതൽ തന്ന കണക്കൊന്നും പറയല്ലേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ആ ഓണത്തിന് എത്ര രൂപ നിങ്ങൾ? 4000. ഞാന് അപ്പച്ചൻ അമ്മച്ചി 2 പിള്ളേര് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തുണി മേടിക്കാൻ, കൂട്ടത്തിൽ നിങ്ങൾക്കൂടെ തുണി മേടിക്കാനാണ് 4000 രൂപ. അതിനൂടെ പച്ചക്കറി മേടിക്കണം, പലചരക്ക് സാധനങ്ങൾ മൊത്തം മേടിക്കണം, എൻ്റെ വീട്ടിലേക്ക് തുണി എടുത്തു കൊടുക്കണം. ഞാൻ എന്തോ ഇവിടെ മരം കുലുക്കി പൈസ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്തെന്ന് നിങ്ങൾ ചോദിച്ചോ? അത് നീ തുണിയൊക്കെ റേറ്റ് കുറച്ച തുണിയല്ലേ എടുത്താ? അമ്മച്ചി പറഞ്ഞ 300 രൂപയുടെ സാരി മേടിച്ചു. അത് അമ്മച്ചിക്ക് അത് കുറച്ചിലായിപ്പോയി. 300 രൂപയുടെ ഒരു സാരി എടുത്തു കൊടുത്തത് കുറച്ചിലായിപ്പോയി. ഞാൻ എത്ര രൂപയുടെ സാരി എടുത്തത് നിങ്ങൾ അറിഞ്ഞോ? അത് അവരോട് പറഞ്ഞ പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഇട്ടോണ്ടല്ല. അത് ഒരു കഴിയലിനെ ഉള്ളായിരുന്നു. അതിന്റെ കളറെല്ലാം ഇളകിപ്പോയി. ഇനി അത് ഉടുക്കാനും കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് എനിക്ക് മതിയായി. ചുരിദാർ കൂടുതൽ പറയരുത്. ചുരിദാറിന്റെ കാര്യം ആ വടമലിക്ക് ആ ചുരിദാർ ഇട്ടുകൊണ്ട് പോയി ഒറ്റ വലിയ വലിച്ചോളും.
പാൻറ് അങ്ങ് ടപ്പനേന്ന് കീറിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 5000 രൂപ കിട്ടിയേനെ അതിന്റെ എങ്കിലും. അതെങ്ങനെ? സമ്മാനം ഉണ്ടായിരുന്നു. ഒന്നാം സമ്മാനം 5000 രൂപയായിരുന്നു. എൻ്റെ പാൻറ് കീറിയപ്പോഴത്തേക്ക് ഞാനങ്ങ് പിന്നെ അങ്ങ് ഡെസ്പായി പോയി. പിന്നെ ഞങ്ങളുടെ ടീം അങ്ങ് തോറ്റുപോയി. നിങ്ങൾക്ക് ഇപ്പം വരാൻ പറ്റുമോ എൻ്റെ കൂടെ? ഇനി പൈസ ഇല്ലാതെ എങ്ങനെ അടി വരുന്നേ? നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്നും വരാൻ പറ്റുമോ തുണിക്കടയിൽ? എനിക്കൊരു കൊണ്ടുവന്ന് വഹിക്കാൻ. എന്ത്? ഒരു കാര്യം ചെയ്യും, ഞാനേ കമ്പളത്തിൽ നിന്ന് ഇറങ്ങുന്ന കറക്കട്ടെ. എവിടെ നിന്ന് പൈസ ഒപ്പിക്കാൻ പറ്റും? ആണെങ്കിൽ പോരുത്, അവിടെ ഇരി. നിങ്ങൾ എനിക്കറിയാം, ഇന്ന് നിങ്ങൾ മുങ്ങിയാൽ പിന്നെ നിങ്ങൾ ഈസ്റ്ററിന് അന്നേ പൊങ്ങത്തുള്ളൂ. ഒന്ന് റോസ്കുട്ടി, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പൈസ ഒപ്പിക്കും? പുറത്തിറങ്ങാനുള്ള ചോദിക്കണ്ടേ? വേണ്ട, ഫോണിനകത്ത് കൂടെ ചോദിക്കും. എടി, നിനക്ക് ഈ പൈസയുടെ തിയറി അറിയാത്തോണ്ട. പൈസ നമ്മൾ ചോദിക്കുമ്പോ കണ്ണി നോക്കി ചോദിക്കണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. എന്നാ വീഡിയോ കോൾ കണ്ണി നോക്കി ചോദിക്കാമല്ലോ. എടി, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ആൾക്കാരെ നേരിട്ട് കണ്ട് റേഷൻ കാർഡ് എടുക്കാതെ പൈസ തരാനുള്ളത് ഗൂഗിൾ പേ ചെയ്യാൻ പറ, അല്ലെങ്കിൽ എന്റെ നമ്പർ തരാം, അങ്ങോട്ട് ഇടാൻ പറ. ഞാൻ ഈ പരിസരത്തൊന്ന് കറങ്ങി നോക്കട്ടെ. പരിസരത്ത് കറങ്ങണ്ട, ഞാൻ നിങ്ങളെ വിടത്തില്ല. എടി, ഇവിടെ നിന്നോണ്ട് പൈസ കിട്ടുവോ? ഇറങ്ങിയാണെങ്കിലും ചോദിക്കണ്ടേ? ഞാൻ ഈ വീട് വിട്ടങ്ങും പോകത്തില്ല. ഉറപ്പാന്നേ? ആ, ഉറപ്പ്. ഞാൻ ഈ ചുറ്റുപാടും കറങ്ങി നടക്കും. നിങ്ങൾ ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലാത്ത നാശം ഞാൻ ഉണ്ടാക്കും. ഞാൻ അപ്പൊ അറിയും. നീ ഒന്ന് കാപ്പി എടുത്ത് കഴിക്കും. ഞാൻ കഴിച്ചോളാം, പൈസ വേണം. കടയിൽ എൻ്റെ കൂടെ പറഞ്ഞു. അമ്മേ, എന്നിട്ട് കിടന്നതാ. ഉറങ്ങിയായിരുന്നോ? കാര്യം പറ. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിയുമ്പം ആ സ്ത്രീയാണല്ലോ ആ പുരുഷന്റെ എല്ലാം. പിന്നെ അതായത് ഭാര്യ. അപ്പൊ ഭാര്യമാരെന്തെങ്കിലും ഒരു ആവശ്യം ഭർത്താക്കന്മാരോട് പറയുമ്പം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? സാധിച്ചു കൊടുക്കണം. നീ നിന്റെ ഭാര്യയ്ക്ക് നീ സാധിച്ചു കൊടുക്കണം. റോസ്മേരിയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം മറ്റന്ന. അപ്പോൾ അവക്കും പിള്ളേർക്കും പുതിയത് ഇട്ടുകൊണ്ട് പോകണമെന്നൊരു നിർബന്ധം. അപ്പോൾ പുതിയ തുണി എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യും ഞാൻ? എൻ്റെ ഈ സാമ്പത്തികമില്ലേ. എടാ, നീ ആരെന്തെങ്കിലും കടം വാങ്ങിക്ക്. ആശ്വാസമായി. അങ്ങനെ കടം മേടിക്കാൻ വന്നേ കൊണ്ട് ഒരു 3000 രൂപ ഒരാഴ്ചത്തേക്ക്. അയ്യോ, എൻ്റെ ഒരു നയാ പൈസ ഇല്ല. നീ പോടാ, എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചു കൊടുക്കുന്നേ. എന്നെ കൊണ്ടൊക്കത്തൊന്നുമില്ല. ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നതാണ്. നീ പോലും. അല്ല, അമ്മേന്റെ പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് മേടിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമ. നീ കടം വാങ്ങിച്ചു വാങ്ങിക്കണം, അതാണ് നിന്റെ കടമ. ആ കടം മേടിക്കാനാണ് ഞാൻ. അയ്യോ, എൻ്റെ പൈസ ഇല്ലെന്നാ പറഞ്ഞു. കണ്ട, എനിക്ക് ഉറക്കം വന്ന് സഹിക്കാൻ വയ്യ. ഞാൻ കണ്ണങ്ങോട്ട് അടച്ചതാണ്. നീ ഇറങ്ങി പോലും. പോ അമ്മ. അല്ല, ഞാൻ ഒരാഴ്ച 7 ദിവസം. വേണ്ട, എൻ്റെ കയ്യിൽ ഇല്ല 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 ഇല്ല. നീ പോ 2000 വേണ്ട, ഒരു പൈസ ഇല്ല. പോ പോ ഇടാ, പോടാ, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഒരു കഷ്ടം കാണുന്ന പറ. കടം 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 കടം. എന്തായിടാ, പോയ കാര്യം എന്തായി? പോയ കാര്യമൊന്നും ആയതുമില്ല. ആയില്ലേ? അല്ല റൊണാൾഡേ, നീ എന്തിനാ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ നാട് മുഴുവൻ നടക്കുന്നത്? അവള് നിന്നോട് മലയാളത്തിൽ പറഞ്ഞില്ലേ, നിങ്ങൾ കൂടെ വന്നാൽ മതി, അവളുടെ കയ്യിൽ പൈസ ഉണ്ട് പൈസ ഉണ്ട് പൈസ ഉണ്ടെന്ന്. തങ്ങച്ചേട്ടത്തിൽ എന്തറിഞ്ഞിട്ട് ഈ പറയാനേ? അത് ഉടായിപ്പാണ്. ഇതേപോലെ പള്ളി പെരുന്നാളിൽ എൻ്റെ ഈ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിച്ചുകൊണ്ട് തുണിക്കട ചെന്ന് 10,000-2,500 തുണി എടുത്തിട്ട് അവൾ കൈവീശി അങ്ങ് പോയി. ഞാനവിടെ നിന്ന് ഒരുക്കിയത് ഓർമ്മയുണ്ടോ? വിളിച്ച് 250-300 ലില്ലിയുടെ നിന്നും എല്ലാവരും അങ്ങനെ ഇടിപ്പിച്ചത്. 1 മണിക്കൂർ അവിടെ നിന്ന് ഒരുക്കി. അങ്ങനെയൊക്കെ ചെയ്യൂ? പിന്നല്ലാതെ. അവൾക്കറിയാം അതൊരു പണിയാത്. ഞാൻ നോച്ചോട്ടെ, അവളുടെ കൈ പൈസ ഉണ്ട്, അവൾ എന്നോട് ചോദിക്കത്തില്ല. അവൾ പോയി തുണി എടുക്കത്തേ ഉള്ളൂ. എന്നോട് ചോദിക്കേണ്ട കാര്യം തന്നെ. പിന്നീട് എന്തെങ്കിലും ഇത് ഏതാന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ക്യാൻസറല്ല, ഇപ്പം എൻ്റെ മോളെ കല്യാണത്തെ എടുത്തതാണ്. ഉടായിപ്പ്. അപ്പം ഇപ്പം അവളുടെ കയ്യിൽ പൈസ ഇല്ലാന്നാണ് നീ പറയുന്നത്? ഇല്ല, എന്നെ കൊണ്ടുപോയി വലിയ കടക്കുള്ള പരിപാടിയാണ്. അവൾക്കറിയാം ഇവിടെ തിരുമല 1-2 കടക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ട്. അത് കൃത്യമായിട്ട് അവളോടെ കൊണ്ടു ചെല്ലും. അമ്മ എടുത്ത് പോയി ചോദിച്ചിട്ട് വന്നേ, അമ്മയുടെ കയ്യിലും പൈസ ഇല്ല. എവിടെന്നെങ്കിലും ഒരു 10,000-2,000 രൂപ മാറിക്കാം. ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഞാൻ പറയടി, ഞാൻ പുറത്തെവിടെയും പോയി നോക്കാം, അത് സമ്മതിക്കത്തില്ല. എന്നിട്ട് വന്നു കയറിയിട്ട് എന്ത് ചെയ്യേ? ഇങ്ങോട്ടൊന്നും വന്നില്ല. വന്നില്ലേ? മുത്തിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് വന്നാണ്. ഇങ്ങോട്ട് വന്നില്ല. അങ്ങനാണെങ്കിലേ
എന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല. ഇതല്ലാതെ വൈകിട്ട് എങ്ങനെയും ഒരു പൊക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ചെറുക്കം നിന്നെ കണ്ടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇല്ല. എടാ നീ അവിടെ നില്ലടാ റൊണാൾഡ്. ചതിക്കരുത് പ്ലീസ്. ഫുൾ പറ്റത്തില്ല. എല്ലാം കൂടി ഇങ്ങോട്ടാണല്ലോ ദൈവമേ. എന്താ റൊണാൾഡേ? ഞാൻ ഇവളെ തിരക്കി കാണാത്തോണ്ട് വന്നതാ. അതൊന്നും അല്ല, എന്നെ മുങ്ങി നിങ്ങൾ ഓടിയതാ. എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ട്. മുങ്ങിയതൊന്നും അല്ല. മുങ്ങിയതൊന്നും അല്ലെന്നോ? എന്ത് പറ്റും റോസ്മേരി? ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. കാണാത്തോണ്ടൊരു വെപ്രാളം വന്നിട്ട് അങ്ങനെ കാണാതെ വെപ്രാളം വന്നിട്ടേ. ശരിയേ, ഞാൻ പിന്നെ വന്ന് ബിസ്ക്കറ്റ് തിന്നോ. രണ്ടെണ്ണം എടുത്തേരാം. ഞാൻ അവിടെ നോക്കി, എന്നെ കണ്ടില്ല. എന്തോ കണ്ടില്ലെന്ന്? എന്നെ കണ്ടില്ല. എന്നെ കണ്ടില്ലെന്നോ? അവരവിടെ ഇരിക്കുന്ന എന്റെ തൊണ്ണ വലിച്ച് കീറിയേനെ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നിന്നെ കണ്ടിട്ട് ഇതുവഴി പോയി ആരുടെങ്കിലും പൈസ ഒന്നും മറിക്കാതെ അങ്ങനെ നിങ്ങൾ എന്നെ പേടിച്ചോടി വന്നാ പരവല്ലായിരുന്നു. സത്യമായിട്ടും അല്ലേ? അയ്യോ, എന്റെ തല പിടിച്ച് സത്യം ചെയ്യല്ല. എന്റെ മുടിയെല്ലാം പൊടിഞ്ഞു പോവാ. ഇങ്ങനെ എന്ന് സത്യം ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ എന്റെ സൗന്ദര്യം പോയി, മുടിയും പോയി. തങ്കഞ്ചേട്ടത്തി പറഞ്ഞല്ലോ തുണി മേടിക്കാനുള്ള പൈസ നിന്റെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണി, നമുക്ക് കാണിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ തുണിയും വേണ്ട, മണിയും വേണ്ട. നിങ്ങളൊരു സാധനം എനിക്ക് മേടിച്ചു തരണ്ട. അല്ലെങ്കിൽ എനിക്കറിയാം നിന്റെയൊക്കെ സ്വഭാവം. കർത്താവ് കാത്ത് വാ, തുണി വേണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. കൊച്ചപ്പച്ചനെ തിരക്കിന്ന് പറയണേ കുഞ്ഞച്ചി. എന്നാലും മക്കളെ ഈ പ്രാവശ്യം വന്നപ്പം ക്ലീറ്റോയും കനകനെയും ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ. കുഞ്ഞിനെ നോക്കിക്കൊണ്ടേടി. നിങ്ങൾ എല്ലാവരോടും അങ്ങോട്ട് വാ, അവന്മാര് വന്നിട്ട് കേട്ടോ. അതിലും നല്ലത് അവര് വരുമ്പോ എല്ലാരും കൂടി ഇങ്ങോട്ട് പോയി. കുറെ നാളായാലും ഇവിടെ വന്ന് നിന്നിട്ട് നോക്കട്ടെ, രാത്രി വിളിച്ചോണ്ട് വരും. അതിരിക്കട്ടെ, ലവേന്തിയെ തീർന്നിട്ടില്ല വഴക്കാ. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. ഞാൻ പറയുന്നൊന്നും ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കുന്നേ. എനിക്കൊന്ന് പൈസ കയ്യിലില്ലാത്തോണ്ട് നീ സാഹചര്യം മനസ്സിലാക്കാത്ത എന്താ നീ? പിന്നെ എന്തോ പറയാനാന്ന് പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ ചോദിക്കുമ്പോ പറയുന്നത് അത്ര ഇല്ലെങ്കിൽ പകുതി എങ്ങനെ ഞാൻ ഇട്ട് തന്നിട്ടില്ലേ? സോളമന്റെ കല്യാണത്തിന് വരുവോ? ഞാൻ പൈസ ഒപ്പിച്ചിട്ടിട്ട് ഞാൻ നിങ്ങൾ വരണ്ട. എനിക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ വരണ്ട. കർത്താവെ, കുറച്ച് പൈസ ഇപ്പൊ എന്റെ കയ്യിലോട്ടൊന്ന് പൊഴിച്ചിട്ട് തന്നായിരുന്നു തന്നുകൂടെ? സമാധാനായിട്ട് പോ. എന്റെ അടുത്ത് തുണിക്കട വരെ വരാൻ പറഞ്ഞിട്ട് പോലും അങ്ങനെ വയ്യ. വേണ്ട, എനിക്കൊരു സമാധാനമില്ല. മാറങ്ങോട്ട് കേറാൻ പറ്റി. സമാധാനായിട്ട് എന്തൊരു സമാധാനം. എന്റെ പൊന്നോ വിഷമിക്കല്ലോ. സൂക്ഷിച്ചടക്കി. എന്ത്? എനിക്കറിയാം സൂക്ഷിച്ചു പോകാനും വരാനും ഒക്കെ. റൊണാൾഡേ, രാവിലെ വിളിച്ചപ്പോ ഫോൺ എടുക്കാത്തത് കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മരുമോനെ വിളിച്ചു പറഞ്ഞു. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴത്തെ എടുത്തോണ്ട് വന്ന് 4000 അല്ലേ ഇത് ചോദിച്ചത്? 4000. ഇതാരാ? ഭാര്യ. ഇതെന്റെ ഭർത്താവാ. ഇത് എന്തിന്റെ പൈസ? മോളെ വണ്ടി കേടായായിരുന്നു. അപ്പോഴും പണി ചെയ്തത് റൊണാൾഡോ വന്നാണ് പണി ചെയ്തത്. അയ്യോ, നല്ല പണിക്കാരനാ. അന്ന് പൈസ കൊടുക്കാന്നില്ല. അങ്ങനെ കൊടുക്കാൻ കൊടുത്താട്ടെ. ശരി മുരളിയണ്ണ, കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ വന്ന്. അമ്മച്ചി ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ആ ബാഗ് കൂടെ എടുത്തു. ഇറങ്ങിയാട്ടെ. ഒരു മണിക്കൂർ നേരത്തേക്ക് അമ്മച്ചി ഇവിടെ നിർത്തിയേക്കണം കേട്ടോ. എന്റെ ബാഗ് കൂടെ ഇവിടെ വെച്ചോ കേട്ടോ. ഇങ്ങോട്ട് കേറിയാട്ടെ. ഇങ്ങോട്ട് കേറ്. കടയിൽ പോയിട്ട് വരാം. കേറിയാട്ടെ. ഞങ്ങളെ തുണിക്കടയിൽ പോയിട്ട് വരാം. അയ്യോ, ഇത് തന്നെ ധാരാളം. നല്ലതല്ലേ? കേറ്. മജി ടാറ്റ. നേരെ ഇരി. മുടിയാനെ കൊണ്ട് ഇതിൽ ഏത് കളറാ നല്ലത്? ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഒരു കളറും ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ എല്ലാത്തിലും ഓരോ പീസ് എടുത്താലോ? വേണ്ട, ഇത് കൊള്ളാം. അയ്യോ, എനിക്കാ. ഇത് ഇട്ടോണ്ട് കല്യാണത്തിന് പോകാനോ? കല്യാണത്തിനല്ല, ഇത് വീട്ടിടെ.
ആടാ ഇത് നമ്മുടെ കൊച്ചിറക്കിന് പറ്റുമോ? അയ്യോ അടിപൊളി, ഇതിലെ സൂപ്പർ. ഇല്ല അവനത് വലുതാ. വലുതാണോ? നിങ്ങളുടെ പകുതിയുടെ പകുതി ഉള്ളവൻ? അല്ല കുറച്ചുകൂടെ പകുതി ആയതുള്ളൂ. ആണോ? അല്ല പിള്ളേർക്ക് ഉണ്ടല്ലോ, ഇതിനകത്ത് പിള്ളേർക്ക് ഉണ്ടല്ലോ. പിള്ളേർക്കുണ്ട്. എന്നാലും ഇത് കണ്ട, ഇതൊക്കെ നല്ല കളറ്. ഇതൊരെണ്ണം എടുക്കട്ടെ. ഞാനൊരു അത് കാര്യം പിടിച്ചോ, ചോദിച്ചോട്ടെ? അതൊരെണ്ണം പിടി. സോളമച്ചാന്റെ ഒരു മോഡ കല്യാണമല്ലേ? ഒരു മോഡലാണോ? ഇനി ജനിക്കാൻ പോകുന്ന പിള്ളേരുടെ അയ്യോ കല്യാണം. മജന്താ കളറ്. ഞാനിത് തപ്പി കിടക്കുവായിരുന്നു. ഇത് പിടിച്ചേ, എന്റെ കയ്യിലെല്ലാം കൂടെ ഭാരവാ. പിടിക്കേ പിടിക്കേ. 4000. അയ്യോ എന്റെ ദൈവമേ, കൂടുതൽ പൈസ. അയ്യോ ഞാൻ ആഗ്രഹിച്ച എല്ലാം ഇവിടെ ഉണ്ട് ചേട്ടാ. ഇങ്ങനൊരു കട ഞാൻ കണ്ടിട്ടേ ഇല്ല. റോസ്മേരി, നീ നാട്ടിലുള്ള എല്ലാ കല്യാണത്തിനുള്ള തുണി ഇവിടുന്ന് എടുക്കുവാന്നോ? ഇതൊക്കെ വീട്ടിൽ ഇടാനുള്ള, കല്യാണത്തിന് ഇടാനുള്ള. നീ അതല്ലല്ലോ പറഞ്ഞ കല്യാണത്തിന് ഇട്ടോണ്ട് ഓരോ ജോഡി നെല്ലുട്ടി നീ രാവിലെ പറഞ്ഞത്. ഇതെല്ലാം അങ്ങ് പഴകിയെന്നേ. ഇത് പള്ളി പോകുമ്പോ 2-3 ഷാൾ എടുക്കട്ടെ. 4 ഷാളോ? തലയിലിടാൻ. തലയിലിടാൻ എന്തിനാ ഷാള്? തലയിലിടാൻ ഷാൾ വേണ്ടേ പള്ളിക്കകത്ത് കയറുമ്പോ? പള്ളിക്കകത്ത് അത് വെള്ള ഷാൾ പറഞ്ഞു ഇല്ലൂടി. വെള്ള ഷാൾ എന്നും വെള്ള ഷാളല്ലേ ഇടുന്നത്. ഇതാകുമ്പോ വെറൈറ്റി ആയിരിക്കും. റോസ്മേരി 4000 രൂപയുള്ളൂ. ഇവിടെ കിടന്ന് എനിക്ക് പണി ചെയ്യാൻ വയ്യ. ഇങ്ങനെ കിടന്നിട്ട് എച്ച് കണക്ക് പറയാൻ ആൾക്കാർ കേൾക്കും. ഉടക്കം ആൾക്കാർ കേൾക്കുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഇതൊന്നും $8200 എനിക്ക് 4000 ഉള്ളത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞില്ലൂടി. ബാക്കി 4000 രൂപയ്ക്ക് ഞാൻ എന്തോ ചെയ്യും? എത്ര വേണം? 8200. വന്നിട്ടുണ്ട്. 4000 അവിടെ ഇരിക്കട്ടെ. അപ്പം നിന്റെ ഈ പൈസ ഉണ്ടെന്ന് പറഞ്ഞ ഉള്ളായിരുന്നു. പിന്നല്ലാതെ ഞാൻ നിങ്ങളോട് കടയിൽ വരാനല്ലേ പറഞ്ഞുള്ളൂ. നീ രാവിലെ പറഞ്ഞത് തുണി എടുക്കാൻ പൈസ വേണമെന്നില്ലേ പറഞ്ഞു? അതിപ്പോ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? എന്നതാ ഇത് അച്ചായനുള്ള. ഇത് വേണം സോളമച്ചാന്റെ മോടെ കല്യാണത്തിന് ഇട്ടിട്ട് വരാൻ കേട്ടോ. UK-ക്കാരും അമേരിക്കക്കാരും ഒക്കെ ഉള്ള. റോസ്മേരി, നീ സൂപ്പർ ആടി. ആണോ?